ഹലോ ഫ്രണ്ട്സ്, ഞാൻ അസ്രിയ. നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ എന്തൊക്കെയാ ലിസ്റ്റും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങ മുഴുവനായിട്ടും വേണം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ വേണം. നമുക്ക് കഴുകി നന്നായി വെള്ളം വാർത്തി വെച്ച ചിക്കനാണിത്. ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇത് 4 പൊടികളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സ്പ്രിംഗ് ചിക്കനാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ കിട്ടും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ടും മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മസാല പിടിക്കുന്ന വരെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പൊരിച്ചെടുക്കുകയെല്ലാം ചെയ്യാം. പക്ഷേ പിന്നെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഈ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാല എല്ലാം ചിക്കനിൽ നന്നായി പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 2 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൈകൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ ഫോട്ടോയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊരിക്കലും ഹെൽത്തി അല്ല, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ സാധാരണ വീട്ടിലെല്ലാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഇത് കളറ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ചിക്കന് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല നൊര വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നിങ്ങളൊഴിച്ച എണ്ണയ്ക്കനുസരിച്ചിട്ട് കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം.
പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് ഇട്ട വഴിക്ക് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ മസാല എല്ലാം എണ്ണയിൽ മിക്സ് ആവും, ചിക്കനിൽ പിടിക്കില്ല. അപ്പോൾ ഒന്ന് ആയതിനു ശേഷം മാത്രം, ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, അതത്ര നല്ലതല്ല. ഒന്നായിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കാം ഓരോ പീസായിട്ട്. ഇതുപോലെ മുഴുവൻ ചിക്കനും പൊരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കഴിയുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.